തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികയുടെ 3.5 പവൻ മാല പൊട്ടിച്ചെടുത്ത കേസിൽ ഒരാൾ പിടിയിലായത് അരിക്കടമുക്ക് സ്വദേശി ഹാജ ഹുസൈൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളി കായലിൽ മുങ്ങി മരിച്ചു. വൈപ്പിൻ ചെറായി ബീച്ച് സ്വദേശി ഇന്ദുരാജനാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആഫ്രിക്കൻ പായൽ മാറ്റുന്നതിനിടെ കലുങ്കിനടിയിൽപ്പെട്ടാണ് മരണം. ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് 4ാം സീസണിന്റെയും കോട്ടയം മത്സര വള്ളംകളിയുടെയും ഉദ്ഘാടനം താഴത്തങ്ങാടിയിൽ നടന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് നടത്തുമെന്ന് മന്ത്രി. തൃശൂർ വാഴച്ചാലിൽ ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു ഈ വർഷത്തെ മാർച്ച്. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് കൊടുങ്കാറ്റുകളുടെ പരമ്പര. ഈ മാസം മാത്രം രാജ്യത്തുണ്ടായത് 6 ചുഴലിക്കാറ്റുകൾ. ഇന്നലെ വീശിയടിച്ച പെപ്പിറ്റോ ചുഴലിക്കാറ്റിൽ കനത്ത മണ്ണിടിച്ചിലുണ്ടായി. മണിക്കൂറിൽ 195 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്.